ആധ്യാത്മിക ഷിൽജ. എല്ലാവർക്കും മലയാള എക്സ്പ്രസ് ന്യൂസിലെ സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേമാതരത്തെ അപമാനിച്ചാൽ 3 വർഷം തടവു ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അതേസമയം ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള 3-ൽ 2 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പാക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് ബിജെപി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ചെന്ന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിൽ നിന്ന് ഡിജിപി വിശദീകരണം തേടും. വിശദീകരണം കിട്ടിയ ശേഷമാകും ഡിജിപി സർക്കാരിന് റിപ്പോർട്ട് നൽകുക. അട്ടിമറിയിൽ അജിത് കുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന പുതിയ റിപ്പോർട്ട് എസ്ഐടി ഇന്നലെ ഡിജിപിക്ക് നൽകിയിരുന്നു. എഡിജിപി എം.ആർ. അജിത് കുമാർ ആ പദവിയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ആളാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഊഴം വെച്ച് RSS നേതാക്കളെ കണ്ട ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. തൃശൂർ പൂരം കലക്കലിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടിയേ തീരുവെന്ന് സിപിഐക്ക് ഒരു വാശിയുമില്ലെന്നും ഇടതുപക്ഷ ഐക്യമാണ് സിപിഐ രാഷ്ട്രീയത്തിന്റെ കാതലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി എന്ന വ്യാജേന ജനപ്രതിനിധികൾക്ക് ഫോൺ ചെയ്ത് മന്ത്രിസ്ഥാനവും ഉന്നത പദവികളും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന കേസിൽ തട്ടിപ്പിനുപയോഗിച്ച ഫോൺ നമ്പർ ഡൽഹി സ്വദേശിയുടേതാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികളെ കണ്ടെത്താനായി കേരള പോലീസിന്റെ പ്രത്യേക സംഘം ഉത്തരേന്ത്യയിലേക്ക് തിരിച്ചു. കേരളത്തിൽ കപ്പൽ നിർമ്മാണ പദ്ധതിക്ക് ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ അവകാശവാദം ടാറ്റ ഗ്രൂപ്പ് തള്ളിയെന്ന് ഇക്കണോമിക് ടൈംസ്. കേരളത്തിൽ എന്നല്ല, ടാറ്റയ്ക്ക് ഒരിടത്തും കപ്പൽ നിർമ്മാണശാല ഇല്ലെന്ന് കമ്പനി വിശദീകരിച്ചെന്ന് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വഖഫ് ബോർഡിനെതിരെ ഹർജിക്കാരുമായി സംസ്ഥാന സർക്കാർ ഒത്തുകളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ വഴിയിലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി സുപ്രീം കോടതിയിൽ ഹർജി നൽകി. മുഖ്യമന്ത്രി VD സതീശൻ KSUവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രിയെ കാണാൻ തടസ്സമില്ലെന്നും മന്ത്രി K മുരളീധരൻ. നമ്മുടെ കുട്ടികളല്ലേ KSUക്കാരെന്നും മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും തടസ്സമില്ലെന്നും വൈകിട്ട് 4 മുതൽ എല്ലാവരെയും മുഖ്യമന്ത്രി കാണുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ഇത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രി അടുത്ത കാലത്തുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി VD സതീശനെ വിമർശിക്കുന്ന VR അനൂപിനെയും ജിൻഡോ ജോണിനെയും പാർട്ടി മീഡിയ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു P. നായർ KPCC പ്രസിഡന്റിനും മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനും പരാതി നൽകി. ഇടതുമുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് തൃശൂർ ജില്ലയിലെ കേരള കോൺഗ്രസ് M നേതാക്കൾ രാജിവെച്ച് PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അടക്കമുള്ള 200ഓളം നേതാക്കളാണ് കേരള കോൺഗ്രസ് Mൽ നിന്ന് ജോസഫ് വിഭാഗത്തിലേക്ക് മാറുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജുവിനെ സ്ഥലം മാറ്റി PS ശാന്തകുമാറിനെ നിയമിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. ദേവസ്വം ബോർഡിന്റെ അപേക്ഷയിലാണ് കോടതിയുടെ തീരുമാനം. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോടുള്ള പിണറായി സർക്കാരിന്റെ നിലപാട് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് ആലപ്പുഴയിലെ DYFI. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് പ്രതിനിധികൾ ശക്തമായി ഈ വിഷയം ഉന്നയിച്ചത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പ്രതി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ഹർജി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന തൊപ്പിയുടെ കൂട്ടാളി മമ്മുവിനെ 2 ദിവസത്തേക്ക് മഞ്ചേരി പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചു. ഒളിവിൽ കഴിയുന്ന തൊപ്പിയെക്കുറിച്ചടക്കം വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് പോലീസിന്റെ നീക്കം. മന്ത്രിമാർക്കെതിരെ പരാതിയെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പോഷക സംഘടനകളിൽ നിന്നോ പ്രവർത്തകരിൽ നിന്നോ പരാതി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. SN ട്രസ്റ്റ് കോളേജുകളിൽ സർക്കാർ അധ്യാപക നിയമന നോമിനിയെ നൽകിയില്ല എന്ന് പരാതി. നിയമന ബോർഡിലേക്ക് നോമിനിയെ നൽകാൻ അപേക്ഷ നൽകിയിട്ടും അത് പരിഗണിക്കാൻ വൈകുന്നുവെന്നാണ് ആരോപണം. അധ്യാപക നിയമനത്തിൽ SN ട്രസ്റ്റിനോട് സർക്കാർ വിശദീകരണം തേടി. താരസംഘടനയായ അമ്മയിലെ അംഗങ്ങൾക്ക് ശ്വേത കമ്മിറ്റിയുടെ കത്ത്. പിഴവുകൾ സംഭവിച്ചത് അനുഭവക്കുറവ് മൂലമാണെന്നും അത് തിരുത്താനുള്ള നടപടികൾ തുടങ്ങിയെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ പക്വതയോടെയും ഉത്തരവാദിത്തത്തോടെയും മുന്നോട്ടു പോകുമെന്നും കത്തിൽ പറയുന്നു.
കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. ചികിത്സാ പിഴവുണ്ടായെന്ന് അച്ഛനും അമ്മയും മൊഴി നൽകി. 12 മണിക്ക് ആശുപത്രിയിൽ എത്തിയെങ്കിലും 2 മണിക്ക് ശേഷമാണ് ചികിത്സ നൽകിയത്. ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹരിയാനയിലെ ജിന്ദ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ ട്രെയിൻ സോണിപത്ത് വരെയുള്ള 89 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ കൊണ്ട് ഓടിയെത്തും. 5 മുതൽ 25 വരെ രൂപയാണ് ടിക്കറ്റ് നിരക്ക്. നമോ ഗ്രീൻ റെയിൽ എന്ന ട്രെയിൻ ഇന്ത്യൻ നിർമ്മിതമാണ്. റെയിൽ പാളം മുറിച്ചു കടക്കുന്നതിനിടെ സ്കൂൾ ബസ്സിൽ ട്രെയിൻ ഇടിച്ച് 3 സ്കൂൾ കുട്ടികളടക്കം 4 പേർ മരിച്ചു. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലാണ് അപകടം ഉണ്ടായത്. ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന പരിസ്ഥിതി വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. മുതിർന്ന നേതാവ് പവൻ ഖേര CJP സമരവേദിയിലെത്തി സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചു. സ്റ്റാർഷിപ്പ് 13ാം പരീക്ഷണ വിക്ഷേപണം അവസാന നിമിഷം മാറ്റി. റോക്കറ്റിന്റെ 1ാം ഘട്ടത്തിലെ 33 എഞ്ചിനുകളിൽ ചിലത് ജ്വലിക്കാത്തതിനാലാണ് ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നത്. നിലവിലെ അവസ്ഥയിൽ ബൂസ്റ്ററിലെ 2 എഞ്ചിനുകൾ എങ്കിലും മാറ്റിവെക്കേണ്ടി വരും. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പുറപ്പെടാനിരുന്ന ഇൻഡിഗോ വിമാനത്തിൽ വ്യാജ ബോംബ് ഭീഷണി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശുചിമുറിയിൽ നിന്നാണ് ജീവനക്കാർക്ക് ഭീഷണിക്കുറിപ്പ് ലഭിച്ചത്. 2020 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വിവരങ്ങൾ ചോർത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാറ്റ കവർച്ചയിലൂടെ ചൈന നിയമവിരുദ്ധമായി 22 കോടി അമേരിക്കൻ വോട്ടർമാരുടെ വിവരങ്ങൾ കൈക്കലാക്കിയെന്നാണ് ട്രംപിന്റെ ആരോപണം. ഹോർമൂസ് കടലിടുക്ക് കടക്കാനുള്ള അപേക്ഷകളിൽ ഇന്ത്യയിലേക്കും തിരിച്ചുള്ള കപ്പലുകളാണ് മുന്നിലെന്ന് റിപ്പോർട്ട്. ചൈനയാണ് 2ാം സ്ഥാനത്ത്. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഇറാൻ രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി പ്രകാരമുള്ള കണക്കാണിത്. ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കിരീട പോരാട്ടം നിയന്ത്രിക്കാൻ സ്ലോവേനിയൻ റഫറി സ്ലാവോ വിൻസിക്കിനെ തെരഞ്ഞെടുത്തു. ഞായറാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ വിൻസിക്കിനൊപ്പം സഹപ്രവർത്തകരായ ടോമാസ് ക്ലാൻസ്നിക്, ആൻഡ്രാസ് കൊവാസ്നിക് എന്നിവർ അസിസ്റ്റന്റ് റഫറിമാരായി ഉണ്ടാകും. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമൊപ്പം അമേരിക്ക സംയുക്ത ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ കിരീട പോരാട്ടം കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റേഡിയത്തിലെത്തും. ഞായറാഴ്ച ന്യൂയോർക്ക്, ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടക്കുന്ന അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരത്തിൽ ട്രംപ് പങ്കെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. ഇന്ത്യൻ വനിതാ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ നായകസ്ഥാനത്തേക്ക് സ്മൃതി മന്ദാനയെ കൊണ്ടുവരാൻ സമയമായെന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മിതാലി രാജ്. ഹർമൻപ്രീത് കൗറിന് ശേഷം സ്മൃതിക്ക് ഈ ചുമതല നൽകണമെന്നും കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ തന്നെ അവർക്ക് ഈ പദവി ലഭിക്കേണ്ടതായിരുന്നുവെന്നും മിതാലി അഭിപ്രായപ്പെട്ടു.